ഞങ്ങൾ അങ്ങനെ നൈറ്റ് പർച്ചേസിംഗിന് ഇറങ്ങിയപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഒരാളെ കണ്ടു കേട്ടോ. വേറെ ആരുമല്ല, നമ്മുടെ അനീഷ. പർച്ചേസിംഗ് കഴിഞ്ഞപ്പോൾ എന്നാ പിന്നെ നേരെ ഫുഡ് അടിക്കാൻ വിട്ടാലോ എന്നായി. ഫുഡ് ഓർഡർ ചെയ്തു. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് വെജിറ്റബിൾ സൂപ്പ് എത്തിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു സൂപ്പും കുടിക്കാത്ത ഒരാളായിരുന്നു കേട്ടോ. ഇപ്പോഴും ഭയങ്കരമായിട്ട് സൂപ്പ് ലവർ ഒന്നും ആയിട്ടില്ല, എങ്കിലും നല്ല ഭേദമുണ്ട് കേട്ടോ. ഒട്ടും കുടിക്കാതിരുന്ന ഞാനിപ്പോ കുറച്ചൊക്കെ കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിവിടെ ഷാർജയിൽ വന്നിട്ട് ഇച്ചാരോടെ ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് കേട്ടോ. അതുപോലെ തന്നെ മയണൈസും ഇവാനി ഐഡിയിട്ട് പ്ലേറ്റ് ഒക്കെ വാങ്ങി വെക്കുന്നുണ്ട് കേട്ടോ. എന്തിനാണോ അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത് ഓരോ ഐറ്റംസും വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് ഇത് ഫ്രൈഡ് റൈസ്, മൈ ഫേവറേറ്റ് ചിക്കൻ ഫ്രൈഡ് റൈസ്. ഇവാനിയ മോക്ക് അത് അനീഷേട്ടൻ എടുത്ത് കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അത് അവള് കഴിക്കുന്നില്ല. മീൻസ് ആ റൈസ് ഇഷ്ടമാണ്, പക്ഷേ മിക്സ് ആയിട്ട് കിടക്കുന്ന ഐറ്റംസ് ഒന്നും അവള് കഴിക്കും. ഇതൊക്കെ കണ്ടിട്ട് സ്വന്തമായിട്ട് വിളമ്പി എടുക്കുകയാണെന്ന് പറഞ്ഞ് സ്പൂണും വെച്ച് കോരി കോരി എടുത്തോണ്ടിരിക്കുന്നല്ലേ ഇഷാനി. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇവാനി ഇതേ പ്ലേറ്റ് മാറ്റി വെക്കുന്നുണ്ടോ. ഫുഡ് കഴിക്കുന്നതിനേക്കാൾ ഇവർക്ക് ഇൻട്രസ്റ്റ് ഇതേ ഇതുപോലെ സ്പൂണും ഒരു പ്ലേറ്റും കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ നിന്നോളും കോരി കോരിയിട്ടുണ്ട്. അനീഷേട്ടൻ അവിടെ ഫോട്ടോഷൂട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫുഡ് പോലും വിളമ്പി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫുഡാണ് കേട്ടോ ചിക്കൻ ഫ്രൈഡ് റൈസ്. അപ്പൊ പിന്നെ പറയണ്ടല്ലോ, ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അനീഷേട്ടനാണെങ്കിൽ ഇവാനിനെ മടിയിലൊക്കെ പിടിച്ചിരുത്തി സോപ്പിട്ട് കഴിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട്. നമുക്കറിയാലോ ഇവാനെ കഴിക്കും. പിന്നെ നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ അൽഫാം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ കുബൂസും അൽഫാമും അതിനോട് ഫ്രഞ്ച് ഫ്രൈസ് വരുമല്ലോ. അപ്പൊ ഫ്രഞ്ച് ഫ്രൈസ് ഇവർക്ക് ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് അതെന്തായാലും രണ്ടുപേരും കാര്യമായിട്ട് കഴിക്കും. ഇവാനിമോക്കും ഇഷാനിമോക്കും ഓറഞ്ച് ജ്യൂസ് ആണ് കേട്ടോ ഓർഡർ ചെയ്തത്. പിന്നെ ഞങ്ങൾക്ക് 3 പേർക്കും ലൈം ജ്യൂസും. അങ്ങനെ ജ്യൂസും കുടിക്കുന്നുണ്ട് രണ്ടുപേരും. പിന്നെ വിട്ടുപോയൊരു കാര്യമുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു സാലഡ് ഉണ്ടായിരുന്നു കേട്ടോ. കിട്ടുമായിരുന്നു, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കൂടുതലും പൈനാപ്പിൾ ആയിരുന്നു, കുറച്ച് പോമിഗ്രാനറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് മാത്രമാണ് ഇവാനി അതിനകത്ത്. അങ്ങനെ ലൈം ജ്യൂസ് കുടിച്ച് ഞാൻ ഈ യുദ്ധം അവസാനിപ്പിച്ചു ഗൈസ്.